വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു ചികിത്സയിലിരിക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഡീൻ കുര്യാക്കോസ്. സർക്കാർ വാഗ്ദാനം ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ യുവാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാതിരിക്കുകയാണ്. 7 ലക്ഷം രൂപ കിട്ടാത്തതിനാലാണ് യുവാവിനെ ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാർച്ച് 29-നാണ് പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന രാജീവിനെ വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലിയിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ രാജീവിനെ വണ്ടിപ്പെരിയാറിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാല മാർസ്ലീവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആന്തരിക അവയവങ്ങൾ തകർന്ന രാജീവ് തലനാരിഴയ്ക്കാണ് ജീവൻ നിലനിർത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുപോത്ത് ആക്രമിച്ച സംഭവത്തിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. തുടർന്ന് MLA-യുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് ആശുപത്രിയിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് വനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടച്ചിട്ടുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നു. സർക്കാരിന്റെ അധികൃതർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ബന്ധപ്പെട്ട് അതിന്റെ ചികിത്സാ സഹായം പൂർണ്ണമായും ചികിത്സയ്ക്ക് ചെലവാകുന്ന മുഴുവൻ തുകയും ആശുപത്രിയിലേക്ക് കൈമാറിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞിരുന്നതാണ്. ഈരമേട് MLA ആയിട്ടുള്ള ശ്രീ വാണി സോമൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം. എന്നാൽ ഇന്ന് വരെ ഒരു പൈസ പോലും ആ നിലയിൽ കൊടുത്തിട്ടില്ല. വനംവകുപ്പിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചുള്ള 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിക്ക് കൈമാറിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ വനംവകുപ്പ് കൊടുത്തതിനപ്പുറത്തുള്ള ബാക്കി തുക ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി തിരക്കിയിരുന്നു. ജില്ലാ കളക്ടർ മറുപടി പറഞ്ഞത് ഈ അപകടമുണ്ടാകുന്ന മാർച്ച് മാസം 29-ാം തീയതി തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ പൂർണ്ണമായി പൈസ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് എല്ലാ ഡീറ്റെയിൽസും സഹിതം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ സർക്കാരിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഗുരുതരമായ പാളിച്ചയെ സംബന്ധിച്ച് അവർ മറുപടി പറയണം. ഇങ്ങനെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ ബലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ദുരവസ്ഥ അങ്ങേറ്റം നിരാശാജനകവും പ്രതിഷേധകരവുമാണ്. 20 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിൽ എത്തിയെങ്കിലും വീണ്ടും ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ 17-ന് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ട ചികിത്സയിൽ 6 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 2 ലക്ഷം രൂപയുമാണ് ചിലവായത്. ഇതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടച്ചിട്ടുള്ളത്. മുഴുവൻ തുകയും അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വാഗ്ദാനം ചെയ്ത ചികിത്സാ ചിലവ് നൽകാതെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നാണ് രാജീവിന്റെ കുടുംബത്തിന്റെയും ആരോപണം. ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു.